അസ്സലാമലൈക്കും. ഒരു തലമുറയെ വരുതിയിൽ നിർത്താനുള്ള ഏറ്റവും ഈസിയായ വഴി ഇതാണ്. അവരെ ദൈവത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വേർപെടുത്തുക. പിന്നെ അവൻ്റെ വിശ്വാസത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും അടർത്തി മാറ്റുക. ദൈവത്തെ മാറ്റി നിർത്തുമ്പോൾ സത്യമില്ലാതാകുന്നു. കുട്ടികളെ പാരൻസിൽ നിന്നും അടർത്തി മാറ്റുമ്പോൾ നമ്മൾ ഇല്ലാതാക്കുന്നത് വേരുകളെയാണ്. ഇത് രണ്ടും ഇല്ലാതായാൽ ഞാൻ ആരാണ്, എന്ത് വിശ്വസിക്കണം, എങ്ങനെ ജീവിക്കണം എന്നെല്ലാം അവർ വ്യവസ്ഥാപിതമായ സമൂഹത്തോട് ചോദിക്കുന്ന ഒരവസ്ഥയിലാണ്. എണ്ണമറ്റ ആത്മഹത്യകളും നിരാശാബോധം, അമിതമായ ഉത്കണ്ഠ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് കാണേണ്ടി വരുന്നു. വിശ്വാസവും കുടുംബവും നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ ഇല്ലാതാകുന്നു. അവർ നിലവിലുള്ള സമ്പ്രദായത്തെ അതുമല്ലെങ്കിൽ വ്യവസ്ഥയെ ആശ്രയിക്കുന്നവരായി മാറുന്നു. മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇല്ലാതാകുമ്പോൾ സ്വന്തം അസ്തിത്വം ഇല്ലാതായ, വേരുകൾ നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറ വ്യക്തിത്വം തിരഞ്ഞുകൊണ്ട് പുതിയ ട്രെൻഡുകളുടെ പുറകെയും ഓൺലൈൻ മീഡിയയുടെ സ്വാധീനത്തിനും അംഗീകാരത്തിനു പുറകെയും പോകുന്നു. പുറത്ത് ആഘോഷിക്കുമ്പോഴും ഉള്ളം ശൂന്യമായ ഒരവസ്ഥയിൽ അവർ എത്തിച്ചേരുന്നു. പുതിയ സംസ്കാരം മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ മക്കളെ പഠിപ്പിക്കുന്നു. അവരെ രൂപപ്പെടുത്തുന്ന സംസ്കാരത്തെക്കുറിച്ച് അവർ ഒട്ടും ബോധവാന്മാരല്ല. നിലവിലെ വ്യവസ്ഥിതി വിശ്വാസം പഴഞ്ചനാണെന്നും കുടുംബം അസ്വതന്ത്രമാണെന്നും അല്ലെങ്കിൽ അടിച്ചമർത്തലാണെന്നും അവരെ വിശ്വസിപ്പിക്കുന്നു. മറിച്ച് വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ് മാത്രമാണ് സത്യമെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു. ഉള്ളിൽ ശൂന്യതയും നഷ്ടബോധവും നിരാശ്രയത്വവും മാത്രമുള്ള പുതിയ തലമുറ ഞാൻ സ്വതന്ത്രനാണെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആരും അംഗീകരിച്ചില്ലെങ്കിലും ഒരു നിശബ്ദ കൊലയാളിയെപ്പോലെ സാംക്രമിക രോഗമായി പ്രശ്നം കൂടുതൽ വലുതായി